നമസ്കാരം. പണ്ടൊരു കള്ളൻ മോഷണ ശ്രമത്തിനിടെ പിടിക്കപ്പെടും എന്ന് ഉറപ്പായപ്പോൾ കള്ളൻ കള്ളൻ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് ആളുകൾക്ക് മുൻപിൽ ഓടിയത്രേ. അതുപോലെ തന്നെയാണ് ചില സംഭവ വികാസങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പാറ്റകളുടെ നേതൃത്വത്തിൽ നീറ്റ് പരീക്ഷയിൽ നടന്ന ക്രമക്കേടുകൾക്കെതിരെ വലിയൊരു സമരം നടന്നു. നോക്കൂ, മുള്ള്, മുരുക്ക്, മൂർക്കൻ പാമ്പ്, കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി എല്ലാവരും തന്നെ ഈ സമരത്തെ പിന്തുണച്ചു. മോഹൻലാലിന്റെ മലയാളം അറിയാത്ത മകൾ വിസ്മയ മോഹൻലാൽ വരെ ഇതിനെ പിന്തുണച്ചു. വലിയൊരു പിന്തുണ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നായിരുന്നു. പക്ഷെ പ്രതിപക്ഷ നേതാവ് ആ സമരത്തിന് അനുഭവം അർപ്പിക്കാനും പിന്തുണയ്ക്കാനും സമരം ചെയ്യാനും അർഹനാണോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. ഈ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് അദ്ദേഹം പണ്ട് സെന്റ് സ്റ്റീഫൻ കോളേജ്, ഡൽഹി സെന്റ് സ്റ്റീഫൻ കോളേജിൽ അഡ്മിഷൻ നേടിയത് വളഞ്ഞ വഴിയിലൂടെയാണ് എന്ന ഒരു അറിയിപ്പിൻ പ്രകാരമാണ്, ഒരു അറിവ് പ്രകാരമാണ്. അതിന്റെ വാസ്തവം എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, 1989 BA ഹോണേഴ്സ്, ഹിസ്റ്ററി ഹോണേഴ്സ് ബിരുദ പഠനത്തിനാണ് അദ്ദേഹം അഡ്മിഷൻ നേടിയത്. അവിടെ അഡ്മിഷൻ നേടിയത് സ്പോർട്സ് കോട്ടയിലായിരുന്നു. നമുക്കറിയാം, പൊതുസമൂഹത്തിന്റെ അറിവിൽ രാഹുൽ ഗാന്ധി ഒരു സ്പോർട്സിലും ഇതുവരെ പങ്കെടുത്തതായി തെളിവുകളൊന്നുമില്ല. നമുക്കറിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ വാർത്തകളാവുമായിരുന്നു. ഈ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ഏതെങ്കിലും കായിക ഇനത്തിൽ പങ്കെടുത്തുകൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അത് ഓരോ ഇലക്ഷനിലെങ്കിലും, നോക്കൂ, ഇപ്പോ ഒരു ബോക്സിംഗ് താരമാണെങ്കിൽ മുൻ ബോക്സിംഗ് താരമായിരുന്നു എന്ന് പത്രക്കാർ എഴുതാതെ ഇരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു വിശേഷണം ഒരു പത്രത്തിലും അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് കാലങ്ങളിലോ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് അദ്ദേഹം പരിശ്രമിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലോ ഉണ്ടായിട്ടില്ല. പക്ഷെ അദ്ദേഹം ഷൂട്ടിംഗ് ചാമ്പ്യൻ ആയിരുന്നു, ഡൽഹി ചാമ്പ്യൻ ആയിരുന്നു. അതിനുശേഷം 1989 നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ 4ാം സ്ഥാനം നേടി എന്നാണ് അതിനൊരു ഫോട്ടോ തയ്യാറാക്കിയിട്ടുണ്ട്. അദ്ദേഹം 8 മെഡലുകൾ നേടിയിട്ടുണ്ട്. അതായത് പ്രശംസനീയമായിട്ടുള്ള, എടുത്തു പറയത്തക്ക പ്രധാനപ്പെട്ട 8 ചാമ്പ്യൻഷിപ്പുകളിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സെന്റ് സ്റ്റീഫൻ കോളേജിൽ അദ്ദേഹം അഡ്മിഷന് വേണ്ടി സ്പോർട്സ് കോട്ടയിൽ അദ്ദേഹം പൂരിപ്പിച്ചു കൊടുത്തത് പ്രധാനപ്പെട്ട 8 നേട്ടങ്ങൾ, 8 മെഡലുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോഴാണ് ശങ്കരാടി പണ്ട് വിയറ്റ്നാം കോളനിയിൽ കൈ കാണിച്ച കൈരേഖ പോലെ കാണിക്കുന്നത്. അത്തരമൊരു രേഖയും കാണിക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിലില്ല. പിന്നെ എന്താണുള്ളത്? ഒരു ഫോട്ടോ ഉണ്ട്, അദ്ദേഹം മെഡൽ വാങ്ങിക്കുന്നു. ഒരു കാരണവശാലും നമുക്കറിയാം, പോഡിയത്തിൽ നമ്മളെ കയറ്റിയിരിക്കുന്നു. നമുക്ക് മെഡൽ നേടിയ ആളുകളെ കയറ്റി നിർത്തുമ്പോൾ 4 പേരെ കയറ്റി നിർത്താറില്ല. എനിക്ക് തോന്നുന്നു ബോക്സിംഗിൽ മാത്രം, ബോക്സിംഗിലോ ഗുസ്തിയിലോ മറ്റോ 4ാം സ്ഥാനക്കാരനും വെങ്കലം കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു. മറ്റൊരിനത്തിലും അങ്ങനെ കൊടുക്കാറില്ല. പക്ഷെ രാഹുൽ ഗാന്ധി 4ാം സ്ഥാനം നേടിയ അതിൽ കയറി നിന്നുകൊണ്ട് അവിടുത്തെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ആ ലഫ്റ്റനന്റ് ഗവർണറുടെ കയ്യിൽ നിന്ന് ഈ മെഡൽ വാങ്ങിക്കുന്നത് കാണിക്കുന്നു. 4ാം സ്ഥാനക്കാരന് മെഡൽ കൊടുക്കുന്നത്, ഷൂട്ടിങ്ങിൽ 4ാം സ്ഥാനക്കാരന് മെഡൽ, പോഡിയത്തിൽ കയറി മെഡൽ വാങ്ങിക്കുന്ന ചിത്രം എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നു, ഇത് നിങ്ങളൊന്ന് കാണുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അടിയന്തരാവസ്ഥ നടത്തിയ ഒരു കുടുംബമാണ്. നോക്കൂ, എസ് എന്ന് മാർക്ക് ചെയ്തുകൊണ്ട്, സിഖുകാരുടെ വീടുകളിൽ എസ് എന്ന് മാർക്ക് ചെയ്തുകൊണ്ട് അവരെ വംശഹത്യ നടത്തിയ ഒരു കരുത്തര, അന്നത്തെ എല്ലാ അർത്ഥത്തിലും ഇന്ത്യ അടക്കി ഭരിച്ച ഒരു പാർട്ടിയുടെ, ആ പാർട്ടി അടക്കി ഭരിക്കുന്ന ഒരു കുടുംബത്തിലെ കൊച്ചുമകന് വേണ്ടി ചില തെളിവുകൾ സൃഷ്ടിച്ചെടുക്കപ്പെട്ടു എന്ന് വിശ്വസിക്കാവുന്ന തരത്തിലേക്കാണ് ഈ തെളിവുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അദ്ദേഹം 8 ഇനങ്ങളിൽ 8 മെഡലുകൾ നേടിയതിനെ കുറിച്ച് ഒരു തെളിവുമില്ല. നോക്കൂ, ഷൂട്ടിങ്ങിൽ തന്നെ 4ാം സ്ഥാനം എന്നാണ് പറയുന്നത്. ആ 4ാം സ്ഥാനം അദ്ദേഹത്തിന് അതുകൊണ്ട് സ്പോർട്സ് കോട്ടയിൽ കിട്ടി. 88, 89 എന്നാണ് പറയുന്നത്. ആ 89 നിങ്ങൾ ഓർക്കണം, 1989 അദ്ദേഹം ഷൂട്ടിങ്ങിൽ ദേശീയ മെഡൽ 4ാം സ്ഥാനത്ത്, ദേശീയ തലത്തിൽ 4ാം സ്ഥാനത്ത് എത്തി എന്ന് പറയുന്നു. ആ വർഷം അദ്ദേഹത്തിന് സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു. അപ്പോൾ അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടി മാത്രം അദ്ദേഹം ഇന്നത്തെ കാലത്താണെങ്കിൽ അദ്ദേഹം ഷൂട്ടിംഗ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം. ഇന്ന് അദ്ദേഹം ഷൂട്ടിംഗ് ഉണ്ട്, അദ്ദേഹം ഷൂട്ടിങ്ങിന് വേണ്ടി ഇടയ്ക്കിടെ ഇടവേളകൾ എടുക്കാറുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അന്ന് അതൊരു വിശ്വസനീയമായ തെളിവില്ല. പക്ഷെ ഫോട്ടോ ഉണ്ട്, അതൊക്കെ തയ്യാറാക്കിയിരിക്കുന്നു. പക്ഷെ ഈ 8 ഇനങ്ങൾ ഒരു സംസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് പെട്ടെന്ന്, നോക്കൂ, ഒരു പ്രസിദ്ധനായ വ്യക്തി സംസ്ഥാന തലത്തിൽ മെഡൽ നേടുകയാണ്. മെഡൽ നേടി 1ഓ 2ഓ സ്ഥാനങ്ങളിൽ, 1ാം സ്ഥാനക്കാർ, സംസ്ഥാന തലത്തിലുള്ള 1ാം സ്ഥാനക്കാർക്കായിരിക്കാം ദേശീയ തലത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുക. അങ്ങനെ സംസ്ഥാന തലത്തിൽ ഡൽഹി ആയിരിക്കണമല്ലോ, ഡൽഹിയിൽ
അദ്ദേഹം സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം ഷൂട്ടിങ്ങിൽ നേടിയിട്ടുണ്ടെങ്കിൽ അത് വാർത്തയാകാതിരിക്കുമോ? അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ മകൻ ഇത്തരം ഒരു നേട്ടം നേടി, ഒരു സംസ്ഥാന തലത്തിൽ ഷൂട്ടിങ്ങിൽ സ്വർണ്ണ മെഡൽ നേടി എന്ന് പറഞ്ഞാൽ അത് വെണ്ടക്ക അക്ഷരത്തിൽ കുറഞ്ഞപക്ഷം നമ്മുടെ മനോരമയെങ്കിലും, അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ താങ്ങി നിർത്തുന്ന 4 തൂണുകളിൽ ഒന്നായ മനോരമയെങ്കിലും അത് വെണ്ടക്കാക്ഷരത്തിൽ പ്രസിദ്ധീകരിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു മനോരമയും അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഒരു സംസ്ഥാന തലത്തിൽ അദ്ദേഹം സ്വർണ്ണ മെഡൽ നേടിയതായിട്ടില്ല. അദ്ദേഹം സെന്റ് സ്റ്റീഫൻ കോളേജിൽ അഡ്മിഷൻ സമയത്ത് കൊടുത്ത ആ സത്യവാങ്മൂലം, അദ്ദേഹം പൂരിപ്പിച്ച ഫോമിൽ 8 മെഡലുകൾ നേടിയെന്ന് പറഞ്ഞു. അത് ഏതാണെന്നുള്ളതിന് ഇതുവരെ ഒരു തെളിവ് കിട്ടിയിട്ടില്ല. വെള്ളത്തിൽ വരച്ച വര പോലെ ഒരു എഴുത്ത് മാത്രമാണ്, അത് മാഞ്ഞുപോയിരിക്കുന്നത്. എന്താണെന്ന് അറിയില്ല. അദ്ദേഹം 4ാം സ്ഥാനക്കാരനായിട്ടും കയറി നിൽക്കുന്ന ഫോട്ടോ ഉണ്ടാക്കുന്നത് അത് കൃത്യമായി പടച്ചുണ്ടാക്കിയതാണെന്ന് വേണം പറയാൻ. ഇത്തരം ആളുകളാണ് ഈ രാജ്യത്തെ, നോക്കൂ, ഈ രാജ്യത്തെ ഭരണത്തിന്റെ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട്, അധികാരത്തിന്റെ ആ ഗർഭം ഉപയോഗിച്ചുകൊണ്ട്, അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ നാടിലെ സാധാരണക്കാരെ പഠിക്കുന്ന മക്കൾക്ക് കിട്ടേണ്ട ഒരു അവസരം കളഞ്ഞ ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാവില്ല എന്നുള്ളതാണ് ഈ തെളിവുകൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഞാൻ നോക്കൂ, അവരുടെ വാദങ്ങൾ ശരിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം രാജീവ് ഗാന്ധിയുടെ മകൻ, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ സംസ്ഥാന തലത്തിൽ ഷൂട്ടിങ്ങിന് സ്വർണം നേടിയിട്ടുണ്ടെങ്കിൽ അത് വലിയ വാർത്തയാകുമായിരുന്നു. അത് വാർത്തയായിട്ടില്ല. നമുക്ക് 2004 ഞാൻ അതിന്റെ ആ വാർത്തയുടെ ലിങ്ക് ഈ വീഡിയോക്ക് ചുവടിൽ ഞാൻ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് കാണുക. 2004 അതിനുശേഷം മദൻലാൽ ഖുറാന എന്ന് പറയുന്ന ഡൽഹിയിലെ BJPയുടെ നേതാവ് ഇത് ഉയർത്തിക്കൊണ്ടുവന്നപ്പോഴാണ് ഇത്തരം രേഖകൾ അവർ പറയുന്നത്. അതിനു മുമ്പ് ഒരു പത്രത്തിലും ഈ വാർത്ത വന്നില്ലായിരുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ 2004 രാഹുൽ ഗാന്ധി അവിടെ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ അഡ്മിഷൻ നേടിയത് പിൻവാതിലിലൂടെയാണ്, അഴിമതിയിലൂടെയാണ്, അധികാര ദുർവിനിയോഗത്തിലൂടെയാണെന്ന് മദൻലാൽ ഖുറാന എന്ന അന്നത്തെ BJPയുടെ ഡൽഹിയിലെ നേതാവ് ഈ മാധ്യമങ്ങളോട് പറഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം ഇങ്ങനെ സ്പോർട്സ് കോട്ടയിൽ 4ാം സ്ഥാനം നേടിയെന്ന് പറഞ്ഞ ഒരു ഫോട്ടോ, 4ാം സ്ഥാനക്കാരൻ പോഡിയത്തിൽ കയറി മെഡൽ വാങ്ങിക്കുന്ന കൗതുകകരമായ ഫോട്ടോ പ്രസിദ്ധീകരിച്ചുകൊണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്തത്, അതിനെ പ്രതിരോധിച്ചത് കോൺഗ്രസ്. നോക്കൂ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമ്മൾ ഒരു വൈദ്യൻ മീൻ കഴിച്ചുകൊണ്ട് മുന്നിലിരിക്കുന്ന രോഗിയോട് മീൻ കഴിക്കരുതെന്ന് പറയുന്നതിൽ നമുക്ക് അതിലെത്രത്തോളം ഭംഗിയുണ്ടെന്ന്, അതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധി. എല്ലാ അർത്ഥത്തിലും പല കാര്യങ്ങളും രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനങ്ങൾ ഉയരാറുണ്ട്. ഇപ്പോ നരേന്ദ്രമോദി ടെലിപ്രോംപ്റ്റർ ഇല്ലാതെ പ്രസംഗിക്കാറില്ല എന്ന് പറയുന്നവര്, നോക്കൂ, നരേന്ദ്രമോദിയെ പോലെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന രാഷ്ട്രീയ നേതാക്കൾ കുറവാണ് ഇന്ത്യയിൽ. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക്, പ്രസിഡന്റ് പദത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾക്കും അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു വാക്കുകൾ പോലും പാളിച്ച വരാതെ നയതന്ത്ര തലത്തിൽ നമുക്ക് അപമാനം ഉണ്ടാകാതിരിക്കണം അത്രയും ശ്രദ്ധിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. മറിച്ച് ഇന്ന് വാക്കുകൾ കൊണ്ട് അമ്മാനമാടുവാൻ നരേന്ദ്രമോദിയെ മറികടക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് രാഹുൽ ഗാന്ധി എല്ലാ അർത്ഥത്തിലും ഒരു കള്ള നാണയമാണ് എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഇനി പുറത്തു വരാനുണ്ട്. കാരണം ഒരു പാലമിടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണമല്ലോ. സംഘപരിവാറിനകത്തും ഇതുപോലെയുള്ള ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ പറയാൻ കഴിയും. പക്ഷെ രാഷ്ട്രീയത്തിൽ ഒരു മാന്യതയുണ്ട്. ആ മാന്യത എല്ലാവരും കീപ്പ് ചെയ്യുക. വിമർശനം പോലും മാന്യതയോടെ ആകുവാൻ എല്ലാവരും ശ്രമിക്കുക. പക്ഷെ പലപ്പോഴും മൗത്ക സൗദുഗാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ അമ്മ വരെ ഇത്തരം മാന്യതകൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അതിലേറെ ഈ മാന്യതയുടെ അതിർത്തികൾ ലംഘിക്കുന്നു. അത് അദ്ദേഹത്തിന് തന്നെയാണ് ദോഷമാവുക. ഇനിയും വരാൻ കിടക്കുന്നു ഒട്ടനവധി തെളിവുകൾ. ബാക്കിയുള്ളവ നമുക്ക് വരും കാലങ്ങളിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം, വിട പറയുന്നു.